ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് LGSലെ കുറച്ച് മാത്സ് PYQs ചെയ്യാം. 2024 PSC നടത്തിയ എക്സാമുകളിലെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 2, 6, 4, 3, 7 എന്നെഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? നമുക്ക് തന്നിരിക്കുന്നത് ലോട്ടസ്, LOTUS, ഇതിനെ 26, 4, 3, 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ Lന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എന്നും, Oക്ക് 6 എന്നും, Tക്ക് 4 എന്നും, Uന് 3 എന്നും, Sന് 7 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് TULSO. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Tക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. Uന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. Lന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം 2 എന്ന് കൊടുക്കാം. Sന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 7 എന്ന് കൊടുക്കാം. Oക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 6 എന്ന് കൊടുക്കാം. അപ്പോൾ 4, 3, 2, 7, 6. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. ഇതിപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LOTUS, ലോട്ടസ് എന്ന് പറയുന്നതിന് ഈ ഒരു നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2, 6, 4, 3, 7 എന്ന് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ ഒരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 32 സ്ക്വയർ എന്ന് പറയുന്നത് 1024 ആയാൽ 0.001024ൻ്റെ വർഗ്ഗമൂലം എത്ര? അപ്പോൾ നമ്മൾ വർഗ്ഗവും വർഗ്ഗമൂലം ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ഓക്കെ, അപ്പോൾ വർഗ്ഗം എന്ന് പറയുന്നത് 8ൻ്റെ വർഗ്ഗമാണ് 64. അപ്പോൾ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എന്താണ്? ഈ 64ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 25 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ 5ൻ്റെ വർഗ്ഗമാണ് 25, വർഗ്ഗമൂലം കാണുമ്പോൾ സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വർഗ്ഗവും വർഗ്ഗമൂലമൊക്കെ കാണാൻ അറിയാമല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് മടങ്ങി വരാം. ഇവിടെ 32ൻ്റെ സ്ക്വയറാണ് നമുക്ക് 1024 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് 0.001024, ഇതിൻ്റെ വർഗ്ഗമൂലമാണ് കാണേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്നത് വർഗ്ഗമാണ് തന്നിരിക്കുന്നത്. വർഗ്ഗമൂലം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, സ്ക്വയർ റൂട്ട് ഒരു ഡെസിമലിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ഡിജിറ്റ്സിൻ്റെ എണ്ണത്തിൻ്റെ പകുതിയാണ് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് നിൽക്കുന്നുണ്ട്? 1, 2, 3, 4, 5, 6. ഡെസിമൽ കഴിഞ്ഞ് 6 ഡിജിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് 6ൻ്റെ പകുതി 3. അപ്പോൾ നമ്മുടെ ആൻസറിൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 3 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഘടകങ്ങളുടെ എണ്ണം, ഘടകങ്ങൾ എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 28 അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുകയാണ്. 2ൽ പോവും, 14 തവണ പോവും, 2ൽ പിന്നെയും പോവും, 7 തവണ പോവും. അപ്പോൾ നമുക്കിതിനെ 2ൻ്റെ പവറാക്കിയിട്ട് എഴുതാം. 2 എത്ര എണ്ണം ഉണ്ട്? 2 തവണയാണ്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു പിന്നെ കിടക്കുന്നത് 7 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഘടകങ്ങളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഘടകങ്ങളുടെ എണ്ണം കാണാനായിട്ട്
തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പവർ ചെക്ക് ചെയ്യുക. അപ്പോൾ 2ൻ്റെ പവറിൽ 2 ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി 7ൻ്റെ പവറിൽ നോക്കുക. 7ൻ്റെ പവറിൽ 1 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് തന്നെയാണ് അല്ലേ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അതായത് ഘടകങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ പവർ ചെക്ക് ചെയ്യുന്നു. ആ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ പവേഴ്സിൻ്റെയും കൂടെ 1 ആഡ് ചെയ്യുന്നു. ദെൻ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 3 + 6 + 9 + എക്സിട്ര പ്ലസ് 180 എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 3 + 6 + 9 + എക്സിട്ര പ്ലസ് 180. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എല്ലാത്തിലും 3 കോമൺ ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ അതിന് തന്നെ പുറത്തെടുക്കുവാണ്. 1 + 3നെ പുറത്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് 3നെ പുറത്തെടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 3നെ പുറത്തെടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 3നെ പുറത്തെടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. എക്സിട്ര പ്ലസ് 180ൽ നിന്ന് 3നെ പുറത്തെടുക്കുമ്പോൾ 60 എന്ന് കിട്ടും അല്ലേ. 60 × 3 ആണല്ലോ 180. ഈക്വൽ ടു 3 × 1 + 2 + 3 + എക്സിട്ര പ്ലസ് 60. ഇതിൻ്റെ സമ്മ് നമുക്ക് എങ്ങനെ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് n × n + 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ആ ഒരു ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം സമ്മാണ് തന്നിരിക്കുന്നത്. 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഈ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ 3 × എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 60 ആണ്. ഇൻറ്റു 60 × 60 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61. 61 ഡിവൈഡഡ് ബൈ 2. ഇത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. 60ൽ 2 എത്ര തവണ പോവും? 30 തവണ പോവും അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 61 × 90, 30 × 3 90, 90 × 61. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0, 9, 54, 5, 4, 9, 0 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ആ ഒരു പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാം. നമുക്കറിയാം nth ടേം, എന്നാം പദം എന്ന് പറയുന്നത് a + n - 1 × d. അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും 3 + 6 + 9 + എക്സിട്ര പ്ലസ് 180. അപ്പോൾ എത്രാമത്തെ പദമാണ് 180 എന്ന് പറയുന്നത്? 60ാമത്തെ പദമാണ്. അതായത് 3 ആഡ് ചെയ്തിട്ട് പോവാണ്. 3 × 60 ആണ് 180 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്രാമത്തെ പദമാണ് 180? 60ാമത്തെ പദമാണ്. അപ്പോൾ 60ാമത്തെ പദം 180 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് തുകയാണ് കാണേണ്ടത്. തുക കാണാനായിട്ട് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഇവിടെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോർമുലയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം a പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് l എന്നെടുത്തു. ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. n എന്ന് പറയുന്നത് എന്നാം പദം 60 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 180. ഇത് ചെയ്ത് നോക്കുക, നമുക്ക് ആൻസർ കിട്ടും. 60ൽ 2 30 തവണ പോവും. 30 × 180 പ്ലസ് 3 183 ഈക്വൽ ടു 0, 9, 4, 5, 54, 90 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് ഈസിയസ്റ്റ് മെത്തേഡ്, നിങ്ങൾക്ക് ഏതാണ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000 എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 × 10 നമുക്കറിയാം. 3 × 10 എത്രയാണ്? 30 ആണല്ലോ. 5 × 1 5 പ്ലസ് 8/10 പ്ലസ് 3/1000. 30ഉം 5ഉം 35 പ്ലസ് 8/10 ചെയ്യുമ്പോൾ 0.8 എന്ന് കിട്ടുമല്ലോ.
ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. പ്ലസ് 3/1000 എന്ന് പറയുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം അല്ലേ, പോയിൻ്റ് ഇട്ടു 3 സ്ഥാനം. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 പ്ലസ് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 35 കഴിഞ്ഞിട്ട് 0 0 0 എന്നിട്ട് കൊടുക്കുന്നു. കാരണം ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് മാക്സിമം 3 സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് 3 സ്ഥാനം 0 ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പോയിൻ്റ് കഴിഞ്ഞിട്ട് 8.003 ഇത് ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 0.853 നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലോ ആഡ് ചെയ്തപ്പോൾ. 35.803. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. നമുക്കറിയാം x/y എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് x/y എന്ന് പറയുന്നത്? മീൻ ചെയ്യുന്നത് x/y ആണ്. x/y എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ടത് എന്താണ്? എക്സിൻ്റെ 15% വൈയുടെ 40%-നോട് തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? x × 15/100 15% എന്ന് പറയുന്നത് വൈയുടെ 40%-ന് ഈക്വലാണ്. അപ്പം y × 40/100 ഈക്വലാണ്. ഇനി ഇതിൽ നിന്നും x/y അഥവാ x/y കണ്ടൂടെ? എക്സ് ഈ y ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ /y എന്നാകും. ഈക്വൽ ടു ഇത് സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും 100 വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 40. ഈ 15 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ /15 എന്നാവും. ഇനി ഒന്നുമില്ല, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5-ൽ 3 തവണ പോവും, 5-ൽ 8 തവണ പോവും. അപ്പോൾ x/y എന്ന് പറയുന്നത് 8:3 ആണ്. അഥവാ നമുക്ക് എന്ത് പറയാം? x/y എന്ന് പറയുന്നത് 8:3 എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ത്? അപ്പോൾ ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കാണേണ്ടത് ദൂരമാണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് അഥവാ ദൂരം എന്ന് പറയുന്നത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്പീഡ് × ടൈം എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒന്നുമില്ല, ഇതിലിട്ട് കൊടുക്കുകയാണ്. സ്പീഡ് 90 km/മണിക്കൂർ. അപ്പോൾ 90 × ടൈം എന്ന് പറയുന്നത് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 ഇവിടെ നോക്കൂ, 15 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് മൊത്തം km/മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ മിനിറ്റ് കൊണ്ട് എന്ന് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറിലോട്ട് മാറ്റണം. അപ്പോൾ മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? /60 എന്നിട്ട് കൊടുക്കുന്നു. അതായത് മിനിറ്റിനെ മണിക്കൂറിലോട്ട് നമുക്ക് മാറ്റണം. തന്നിരിക്കുന്ന മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തന്നിരിക്കുന്നതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇന്നേരം തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റാനാണെങ്കിൽ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊന്നുമില്ല, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3-ൽ 2 തവണ, 3-ൽ 3 തവണ, 3 × 15 കാണുന്നു. 15 1 45 /2 എന്ന് കിട്ടുന്നു. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2.5 22.5 കിലോമീറ്റർ എന്ന് കിട്ടുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1250 അഥവാ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1250. 5% സാധാരണ പലിശ നിരക്കിലാണ്, സാധാരണ പലിശ നിരക്കാണ് അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 5% റേറ്റ് എന്ന് പറയുന്നത് 5%. ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം? അപ്പോൾ നമുക്ക് n ആണ് കാണേണ്ടത്.
എൻ അറിയില്ല, അഥവാ ടി അറിയില്ല. 1750 നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാധാരണ പലിശ കണ്ടൂടെ? അതായത് നമ്മൾ നിക്ഷേപിച്ച തുക 1250 എത്രയോ വർഷം കഴിഞ്ഞപ്പോൾ ടോട്ടൽ 1750 രൂപ കിട്ടി. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണ പലിശയായിരിക്കും. അപ്പോൾ 1250 ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.05 500 രൂപയാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അഥവാ ടി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. PN R / 100. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1250 ഇൻറ്റു N ഇൻറ്റു R എന്ന് പറയുന്നത് 5% / 100 എന്ന് പറയുന്നത് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ 500 അല്ലേ? നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ചെയ്തു. 5 10 2 തവണ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ഇൻറ്റു 2 ഓൾ ഡിവൈഡഡ് ബൈ 1250 എന്ന ആൻസർ കിട്ടും. 125 സീറോയുടെ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ 125ൽ 25 തവണ 25 5 തവണ പോകും. 25ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. വീണ്ടും 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 തവണ 4 ഇൻറ്റു ഈ 2 ചെയ്യുമ്പോൾ 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അഥവാ എത്ര വർഷമാണ് കിട്ടുന്നത്? 8 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6-ാം ദിവസത്തെ കൂലി എത്ര എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആവറേജ് അഥവാ ശരാശരി ഫോർമുല നമുക്കറിയാലോ. അപ്പോൾ 6 ദിവസത്തെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? എല്ലാം കൂടിയിട്ട് ടോട്ടൽ കാണുന്നു. 800, 760 പ്ലസ് 780 പ്ലസ് 750 പ്ലസ് 720 പ്ലസ് 6-ാമത്തെ ദിവസത്തെ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്നെടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ എത്ര ദിവസമാണ്? 6 ദിവസമാണ് അല്ലേ? അതിൻ്റെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. 6 ദിവസത്തെ ശരാശരി 775 തന്നിട്ടുണ്ട്. അപ്പോൾ 775. ഓക്കെ, ആവറേജ് അഥവാ ശരാശരിയുടെ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3810 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 6 = 775. ഇനി നമുക്ക് ഈ 6നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3810 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 775 ഇൻറ്റു 6 നമുക്ക് ചെയ്യുമ്പോൾ 4650 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4650 നിന്നും 3810 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.48 840 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? അപ്പോൾ സംഖ്യ നമുക്ക് അറിയില്ല, എക്സ് എന്ന് എടുത്തു. എക്സിൻ്റെ 40% 160. അപ്പോൾ 40/100 160. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ചെയ്തു. 2 5 തവണ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 160 ഇൻറ്റു ഈ 5 അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇൻറ്റു 5 ആവും. ഡിവൈഡഡ് ബൈ 2 വീണ്ടും ക്യാൻസൽ ചെയ്യും. 80 തവണ. 0 8 40 400. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 400 കിട്ടി. ഇനി ആ 400ൻ്റെ 30% കാണുന്നു. 400ൻ്റെ 30%. 400ൻ്റെ 30% 30/100. 100ൽ 2 0 ക്യാൻസൽ ചെയ്യുന്നു. 4 3 12 120. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 48 - 12 ഇൻറ്റു 3 + 8 ഓൾ ഡിവൈഡഡ് ബൈ 10 - 18 ഡിവൈഡഡ് ബൈ
3. ഇതിൻ്റെ ആൻസർ നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ ബോർഡ് മാസ് വെച്ച് ചെയ്യുവാണ്. 48 മൈനസ് 12 ഇൻറ്റു 3. ആദ്യം മൾട്ടിപ്ലൈ, മുകളിൽ ഡിവിഷനൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 12 ഇൻറ്റു 3 എന്ന് ചെയ്യുമ്പോൾ 36. 8 അതുപോലെ എടുത്ത് എഴുതി. 10 മൈനസ് 18/3 എന്ന് പറയുന്നത് 6. ഇനി ഇത് ചെയ്യുമ്പോൾ 48ഉം 8ഉം 56 മൈനസ് 36 ഡിവൈഡഡ് ബൈ 10 മൈനസ് 6 4. ഇത് മൈനസ് ചെയ്യുമ്പോൾ 20/4 എന്ന് കിട്ടും. ആൻസർ 5 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 16/10, 1 3/5, 5/8, 8/5. അപ്പോൾ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. 16/10 ഇതിനെ നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ വീണ്ടും ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമല്ലോ. 2ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 8/5 എന്ന് കിട്ടും അല്ലേ. 2ൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 തവണ ഇത് 5, അപ്പോൾ 8/5 എന്ന് കിട്ടും. 1 3/5 അതിനെങ്ങനെ എഴുതാം? 1 + 3/5 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 3 8/5, 2ഉം 8/5 ആണ് കിട്ടിയത്. പിന്നെ ഓപ്ഷൻ സി നോക്കുമ്പോൾ 5/8ഉം 8/5. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ 5/8 ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? അപ്പോൾ ഹസ്തദാനത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പരസ്പരം ഹസ്തദാനം ചെയ്താൽ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. n × n-1 all divided by 2. ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 10 പേരാണ് അല്ലേ. 10 - 1 9 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 5 തവണ 10ൽ പോകും. 9 45. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഹസ്തദാനം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ n² എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n × n-1 all divided by 2 എന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഇത്. അവരോഹണ ക്രമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്നും ചെറുതിലേക്ക്. ആരോഹണം അവരോഹണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്. അവരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 145 ആണ്. സെക്കൻഡ് വരുന്നത് 125 വരും. പിന്നെ വരുന്നത് 121 വരും. പിന്നെ വരുന്നത് 119 ആണ്. പിന്നെ വരുന്നത് 118 ആണ്. പിന്നെ വരുന്നത് 115 ആണ്. പിന്നെ വരുന്നത് 105 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ മൂന്നാമതായിട്ട് വരുന്ന സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 121 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, BDE, EG, H, J, K ഈ ശ്രേണിയിലെ അടുത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ BDE എന്ന് പറയുമ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 എന്നും ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 എന്നും ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 എന്നും കിട്ടും. നെക്സ്റ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ EGH, ഇക്ക് കറസ്പോണ്ടിങ് 5, ജിക്ക് കറസ്പോണ്ടിങ് 7, എച്ചിന് കറസ്പോണ്ടിങ് 8. നെക്സ്റ്റ് എച്ചിന് 8 എന്ന് വരും, ജെക്ക് 5 എന്ന് വരും, കെന് 11 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടേം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. 3ൻ്റെ നെക്സ്റ്റ് 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും 3 വെച്ചിട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നെക്സ്റ്റ് ടേം ഏതായിരിക്കും? 8ൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. അപ്പോൾ 8 3 11. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 4ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 7. 7ൻ്റെ കൂടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ജെക്ക് 5 അല്ല 10 ആണ്, സോറി. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 10 എന്ന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. 13ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതാണെന്നറിയാം? എം ആണെന്നറിയാം. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 5 3 8, 8 3 11. നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 11ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും
14 എന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് n ആണ്. അപ്പോൾ ഏതായിരിക്കും KMN എന്നായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാന കണ്ടെത്തുക. 8:33, 12:37, 7:22, 15:46. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ റിലേഷൻ നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 8ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 33 കിട്ടുന്നത്? ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് പോവുമല്ല, കാരണം വലിയൊരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അടുത്ത് കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 8×3 24, 8×4 32. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 8×4 32 തൊട്ടടുത്താണല്ലോ കിടക്കുന്നത്. അപ്പോൾ 8×4 32, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് 33 കിട്ടിയത് അല്ലേ? അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് 12ന് നോക്കുകയാണെങ്കിൽ 12 × 3 36, 37. നെക്സ്റ്റ് ടൈം 7 × 3 + 1 22. ദെൻ 15 × 3 45, 1 46. അപ്പോൾ ഇതിലെല്ലാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ.